സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് S4 മാക്സിലെയും S2 2019 മാക്സിലെയും ലാപ്ലാസ് ട്രാൻസ്ഫോമിലെ പ്രോപ്പർട്ടീസ് ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ്. സോ നമ്മൾ എന്തിനാണ് പ്രോപ്പർട്ടീസ് ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ കണക്ക് ചെയ്യുന്ന സമയത്ത് ചില ഏരിയാസ് എത്തുമ്പോൾ സ്റ്റെപ്സ് കൂടുതൽ വേണ്ടി വരും. സോ നമുക്ക് പ്രോപ്പർട്ടീസ് അറിയാമെങ്കിൽ ജസ്റ്റ് നമുക്ക് അത് അപ്ലൈ ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരം കണ്ടെത്താം. സോ ഇതിന് വേണ്ടിയാണ് നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മൾ പഠിക്കുന്നത്. സോ നമുക്ക് നേരെ പ്രോപ്പർട്ടീസ് ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോമിലോട്ട് പോകാം. സോ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ലീനിയാരിറ്റി പ്രോപ്പർട്ടിയാണ്. സോ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇപ്പോൾ L of f of t φ1 of s ഉം L of g of t φ2 of s ആണെങ്കിൽ L of a f of t പ്ലസ് b ഇൻറ്റു g of t എന്ന് പറയുന്നത് a ഇൻറ്റു φ1 of s പ്ലസ് b ഇൻറ്റു φ2 of s എന്നാണ്. സോ അതിൻ്റെ പ്രൂഫിലോട്ട് പോവാം. സോ നമുക്കറിയാം ലാപ്ലാസിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e raised to minus st f of t dt. സോ ആ എഫ് ഓഫ് ടിയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് തന്നിരിക്കുന്ന ആ എ ഇൻറ്റു എഫ് ഓഫ് ടി പ്ലസ് ബി ഇൻറ്റു ജി ഓഫ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സോ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എ ഇൻറ്റു എഫ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി പ്ലസ് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ബി ഇൻറ്റു ജി ഓഫ് ടി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. എ കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തെടുക്കുക. സോ എ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി പ്ലസ് ബി ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ജി ഓഫ് ടി ഡി ടി. സോ എ ഇൻറ്റു അതിൻ്റെ അടുത്തുള്ള ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഫോർമുലയാണ്. സോ എന്താണ്? ലാപ്ലാസ് ട്രാൻസ്ഫോം തന്നെയാണ്. സോ എ ഇൻറ്റു φ1 of s നമ്മൾ നേരത്തെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. L of f of t എന്ന് പറയുന്നത് φ1 of s ആണ്. കാരണം എഫ് ഓഫ് ടിയുടെ ലാപ്ലാസിൻ്റെ ഫോർമുലയാണ് അത്. സോ എ ഇൻറ്റു φ1 of s പ്ലസ് ബി ഇൻറ്റു φ2 of s. എന്തുകൊണ്ട് φ2 of s? കാരണം L of g of t φ2 of s ആണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ബി ഇൻറ്റു φ2 of s. സോ എന്താണ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി? എ ഇൻറ്റു എഫ് ഓഫ് ടി പ്ലസ് ബി ഇൻറ്റു ജി ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എ ഇൻറ്റു φ1 of s പ്ലസ് ബി ഇൻറ്റു φ2 of s. സോ നമുക്കിതൊരു പ്രോബ്ലം ആയിട്ട് അപ്ലൈ ചെയ്ത് നോക്കാം. സോ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം 3 sin t പ്ലസ് 4 cos t. എന്താണ് 3 sin t പ്ലസ് 4 cos t? അതിൻ്റെ ലാപ്ലാസ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. സോ ഇത് ഏത് ഫോർമാറ്റിലാണ്? എ ഇൻറ്റു എഫ് ഓഫ് ടി പ്ലസ് ബി ഇൻറ്റു ജി ഓഫ് ടി. സോ അതിൻ്റെ ഉത്തരം നമുക്കറിയാം എ ഇൻറ്റു φ1 of s പ്ലസ് ബി ഇൻറ്റു φ2 of s. സോ എ എന്ന് പറയുമ്പോൾ ഇവിടെ 3 ആണ്. 3 ഇൻറ്റു എന്താണ് സൈൻ ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം? സൈൻ എ ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. എങ്കിൽ സൈൻ ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോമോ 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് ബിയുടെ സ്ഥാനത്ത് 4. സോ പ്ലസ് 4 ഇൻറ്റു കോസ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോമോ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1. സോ നമുക്ക് ഉത്തരം എന്ത് കിട്ടി? 3 ഇൻറ്റു 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് 4 ഇൻറ്റു എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1. ഇത് കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ എന്ത് കിട്ടും? 3 പ്ലസ് 4s ബൈ എസ് സ്ക്വയർ പ്ലസ് 1. സോ ഇതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ സ്റ്റെപ്സ് എഴുതി ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ നമുക്ക് പ്രോപ്പർട്ടി ഇറങ്ങി നമുക്ക് എന്ത് ചെയ്യാം? പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? കണക്ക് കുറച്ചുകൂടെ സ്മൂത്ത് ആക്കാം. സോ നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ള രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം ആണ്. സോ എന്താണ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം? അതായത് L of f of t is equal to φ of s എന്ന് നമുക്കറിയാം. ആ എഫ് ഓഫ് ടിയുടെ കൂടെ ഇ റേസ് ടു എ ടി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉത്തരം? അതായത് L of ഇ റേസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടിയുടെ ഉത്തരം എന്താണ്? ഒന്നുമില്ല, ആ φ of s ലെ എസിൻ്റെ സ്ഥാനത്ത് എസ് മൈനസ് എ എന്ന് വരും. സോ L of ഇ റേസ് ടു എ ടി എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു φ of s മൈനസ് എ. സോ അതിൻ്റെ പ്രൂഫിലോട്ട് പോവാം. നമുക്കറിയാം φ of s ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി. ഇവിടെ എഫ് ഓഫ് ടിയുടെ കൂടെ ഇനി ആര് കൂടെ വരും? ഇ റേസ് ടു എ ടി കൂടെ വരും. സോ L of ഇ റേസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ഇ റേസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി. നമുക്ക് ഇ റേസ് ടു മൈനസ് എസ് ടി ഇ റേസ് ടു എ ടി കമ്പൈൻ ചെയ്യാം. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ഓഫ് എസ് മൈനസ് എ ഇൻറ്റു ടി എഫ് ഓഫ് ടി ഡി ടി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇ റേസ് ടു എസ് ടി വന്നു കഴിഞ്ഞാൽ ഇ റേസ് ടു മൈനസ് എസ് ടി വന്നു കഴിഞ്ഞാൽ φ of s വരും. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. ഇ റേസ് ടു മൈനസ് എസ് ടി വരുമ്പോൾ അവിടെ φ of s എന്ന് വരും. സോ ഇ റേസ് ടു മൈനസ് ഓഫ് എസ് മൈനസ് എ ഇൻറ്റു ടി വരുമ്പോൾ എന്ത് വരും? φ of s മൈനസ് എ. സോ നമ്മുടെ ആൻസർ എന്താണ്? φ of s മൈനസ് എ. സോ ഇതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി, ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം. അതായത് L of f of t φ of s ആണെങ്കിൽ L of ഇ റേസ് ടു എ ടി എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു φ of s മൈനസ് എ. ഇത് നമ്മൾ എങ്ങനെ പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും? ഇതാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് ഈ പറയുന്ന പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും? സോ ഇ റേസ് ടു എ ടിയുടെ ലാപ്ലാസ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് ഇ റേസ് ടു എ ടിയുടെ ലാപ്ലാസ്? ഇ റേസ് ടു എ ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1 ബൈ എസ് മൈനസ് എ എന്നാണ്. ഇ റേസ് ടു എ ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്
1/s - a ആണ്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ആ s - a ശ്രദ്ധിച്ചാൽ മതി. 1/s - a. സോ ആ s - a നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സോ ആ s - a ഫൈവ് ഓഫ് s - a ഉള്ളത്. സോ e⁻ ലാപ്ലാസ് ട്രാൻസ്ഫോം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ആ ഫോർമുലയും പഠിച്ചു കഴിഞ്ഞു. കാരണം e⁻ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ്? 1/s - a. എങ്കിൽ e⁻f എന്തായിരിക്കും? ഫൈവ് ഓഫ് s - a. ആ ഡിനോമിനേറ്റർ കിടക്കുന്ന s - a ആയിരിക്കും നമ്മുടെ ഫൈവ് ഓഫ് s - a ആ ബ്രാക്കറ്റിൻ്റെ അകത്ത് വരുന്നത്. സോ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം? ഫോർമുല ഓർത്ത് വെച്ചിരിക്കാം. സോ e⁻f ലാപ്ലാസ് എന്താണ്? ഫൈവ് ഓഫ് s - a. എങ്കിൽ e⁻f ലാപ്ലാസ് എന്താണ്? ഫൈവ് ഓഫ് s + a. അതെങ്ങനെ പെട്ടെന്ന് ഓർത്തിരിക്കാം? e⁻at ലാപ്ലാസ് എന്ന് പറയുന്നത് 1/s + a. സോ ആ s + a എസിൻ്റെ സ്ഥാനത്ത് കൊണ്ട് ഇട്ട് കൊടുത്താൽ മതി. സോ ഫൈവ് ഓഫ് s + a. സോ ഇങ്ങനെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ പ്രോപ്പർട്ടി സിമ്പിളായിട്ട് പഠിക്കാം. എന്താണ്? L of e⁻f എന്ന് പറയുന്നത് ഫൈവ് ഓഫ് s - a. കാരണം e⁻at ലാപ്ലാസ് 1/s - a. അതുകൊണ്ട് എസിൻ്റെ സ്ഥാനത്ത് s - a എന്ന് കൊടുത്താൽ മതി. e⁻at ഈസ് ഈക്വൽ ടു ഫൈവ് ഓഫ് s + a. സോ എന്താണ്? e⁻at ലാപ്ലാസ് 1/s + a ആണ്. ആ s + a എസിൻ്റെ സ്ഥാനത്ത് കൊടുക്കുക. അപ്പോൾ ഫൈവ് ഓഫ് s + a എന്ന് വരും. സോ നമുക്ക് സെക്കൻഡ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. e⁻3t × t അതിൻ്റെ ലാപ്ലാസ് കണ്ടെത്തുക. ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് e⁻3t × t. സോ ഫസ്റ്റ് ചെയ്യേണ്ടത് ലാപ്ലാസ് ഓഫ് t കണ്ടെത്തുക. വാട്ട് ഈസ് ലാപ്ലാസ് ഓഫ് t? ഇവിടെ സൈഡിൽ ഫോർമുലാസ് കൊടുത്തിട്ടുണ്ട്. അതിൽ t⁻n ലാപ്ലാസ് എന്ന് പറയുന്നത് n⁴/s⁻n+1. സോ ടിയുടെ ലാപ്ലാസ് എന്തായിരിക്കും? 1/s². സോ e⁻3t × t. സോ e⁻at ലാപ്ലാസ് എന്തെന്നാണ് പഠിച്ചിട്ടുള്ളത്? ഫൈവ് ഓഫ് s - a. ഓർക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ e⁻at ലാപ്ലാസ് 1/s - a. അതുകൊണ്ട് എസിൻ്റെ സ്ഥാനത്തോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ഫൈവ് ഓഫ് s - a. അപ്പോൾ ഇവിടെ എയുടെ സ്ഥാനത്ത് 3. അപ്പോൾ ഫൈവ് ഓഫ് s - 3. സോ എസിൻ്റെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? s - 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ. അപ്പോൾ ഉത്തരം എന്താ വരും? L of e⁻3t × t is equal to 1/s² at s is equal to s - 3. സോ 1/s - 3 the whole square. ഇതാണ് നമ്മുടെ ഉത്തരം. ഒന്നുകൂടെ പറയാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? e⁻3t × t. സോ ഫസ്റ്റ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം. സോ 1/s². ഇനി e⁻3t × t, അതായത് e⁻at × f ലാപ്ലാസ് ആണ് ഫൈവ് ഓഫ് s - a. സോ എസിൻ്റെ സ്ഥാനത്ത് s - a ഇട്ട് കൊടുക്കുക. സോ 1/s - a the whole squared. എയുടെ സ്ഥാനത്ത് 3. സോ 1/s - 3 the whole squared. ഇതാണ് ഇതിൻ്റെ ഉത്തരം. സോ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സ്കെയിലിംഗ് പ്രോപ്പർട്ടിയാണ്. അതായത് L of f(t) is equal to 5 of s ആണെങ്കിൽ L of f(at), അതായത് ടിയുടെ കൂടെ നമ്മൾ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതിനാണ് നമ്മൾ സ്കെയിലിംഗ് എന്ന് പറയുന്നത്. സോ L of f(at) എന്ന് പറയുന്നത് 1/a 5 of s/a ആണ്. ഒന്നുകൂടെ പറയാം. L of f(t) is equal to 5 of s ആണെങ്കിൽ L of f(at) എന്ന് പറയുന്നത് 1/a 5 of s/a ആണ്. സോ ഇതിൽ നേരെ നമുക്ക് പ്രൂഫിലോട്ട് പോവാം. സോ എറ്റിക്ക് നമ്മൾ യു എന്ന് കൊടുക്കുക. സോ യു is equal to at, therefore t is equal to u/a, therefore dt is equal to du/a. ഇത്രയും കാര്യം ഓർത്ത് വെച്ചിരിക്കുക. അതായത് u is equal to at, therefore u/a is equal to t, therefore du/a is equal to dt. ഇനി ഇതെടുത്ത് നമ്മളെ ഫോർമുലയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ L of f(at) is equal to L of f(u) is equal to integral 0 to infinity e raised to minus s into ടിയുടെ സ്ഥാനത്ത് u/a എന്ന് കൊടുക്കുക. സോ integral 0 to infinity e raised to minus s into u/a into f of u du/a. ഒന്നുകൂടെ പറയാം. integral 0 to infinity e raised to minus s into u/a f of u du/a. അതിൽ 1/a നമുക്ക് പുറത്തോട്ട് എടുക്കാം. സോ വിച്ച് is equal to 1/a into integral 0 to infinity e raised to minus s into u/a f of u du. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, integral 0 to infinity e raised to minus st f of t dt എന്ന് പറയുന്നതും integral 0 to infinity e raised to minus su f of u du എന്ന് പറയുന്നത് സെയിം തന്നെയാണ്, 5 of s തന്നെയാണ്. സോ അതിൻ്റെ അത് ഏത് ഫോർമാറ്റ് തന്നെയാണ്? ടി ഉള്ള ഫോർമാറ്റ് തന്നെയാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ e raised to minus su എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 of s എന്ന് വരും. സോ e raised to minus s/a into u എന്ന് പറയുമ്പോൾ എന്ത് വരും? 5 of s/a എന്ന് വരും. സോ നമ്മുടെ ഉത്തരം എന്താണ്? 1/a 5 of s/a. സോ എന്താണ് L of f(at)? 1/a 5 of s/a. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പ്രോപ്പർട്ടി. സോ നമുക്ക് മൂന്നാമത്തെ പ്രോപ്പർട്ടി ബേസ് ആയിട്ടുള്ള ഒരു കണക്ക് ചെയ്യാം. ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് e raised to 3at. ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് e raised to 3at. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. നമുക്കിപ്പോൾ ഈ പ്രോപ്പർട്ടി വെച്ച് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഈ പ്രോപ്പർട്ടി വെച്ച് എങ്ങനെ ചെയ്യാം? നമ്മൾ ആദ്യം e raised to 3tയുടെ ലാപ്ലാസ് എടുക്കണം. എന്താണ് e raised to 3t? e raised to 3tയുടെ ലാപ്ലാസ് എന്ന് പറയുമ്പോൾ 1/s - 3. എങ്ങനെയാണ്?
ഇ റൈസ് ടു എ ടിയുടെ ലാപ്ലാസ് 1/s-a. സോ ഇ റൈസ് ടു 3t ലാപ്ലാസ് 1/s-3. സോ ഇ റൈസ് ടു 3at ലാപ്ലാസ് എന്താണ്? ഇ റൈസ് ടു 3at. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ടിയുടെ സ്ഥാനത്ത് ഇപ്പോൾ at എന്നായി. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇ റൈസ് ടു 3at ലാപ്ലാസ് എന്ന് പറയുമ്പോൾ 1/a phi(s/a) വിച്ച് ഈസ് ഈക്വൽ ടു 1/a. a തന്നെയാണ്. 1/a ഇൻറ്റു phi(s/a) എന്ന് പറയുമ്പോൾ എന്ത് വരും? നമ്മൾ 1/s-3 എസിൻ്റെ സ്ഥാനത്ത് s/a എന്ന് കൊടുക്കുക. സോ 1/a ഇൻറ്റു 1/s/a-3. നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ എന്ത് വരും? 1/a ഇൻറ്റു a/s-3a. എയും എയും കൂടെ കട്ടാവും. സോ 1/s-3a എന്നാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. അല്ലാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. എങ്ങനെയാണ്? ഇ റൈസ് ടു 3at. സോ ഇ റൈസ് ടു at ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1/s-a ആണെങ്കിൽ ഇ റൈസ് ടു 3a ഇൻറ്റു ടിയുടെ ലാപ്ലാസ് എന്തായിരിക്കും? 1/s-3a. സോ നമുക്ക് ഇത് രണ്ട് വെച്ച് നോക്കുമ്പോൾ എന്താണ്? രണ്ട് ആൻസേഴ്സും കറക്റ്റാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ തേർഡ് പ്രോപ്പർട്ടി ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത്. സോ നമ്മുടെ ഫോർത്ത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ബൈ ടി. അതായത് എഫ് ഓഫ് ടിയുടെ കൂടെ നമ്മൾ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും എഫ് ഓഫ് ടിയുടെ കൂടെ നമ്മൾ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും എന്താണ് നമുക്ക് ഉത്തരം കിട്ടാൻ പോകുന്നതെന്നാണ്. സോ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ബൈ ടി. സോ നമുക്ക് ഫസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി. സോ എൽ ഓഫ് എഫ് ഓഫ് ടി ഫൈ ഓഫ് എസ് ആണെങ്കിൽ എൽ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി. എൽ ഓഫ് എഫ് ഓഫ് ടി ഫൈ ഓഫ് എസ് ആണെങ്കിൽ എൽ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്താവും? -1 ഇൻറ്റു d/ds ഓഫ് ഫൈ ഓഫ് എസ്. എൽ ഓഫ് എഫ് ഓഫ് ടി ഫൈ ഓഫ് എസ് ആണെങ്കിൽ എൽ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുന്നത് -1 ഇൻറ്റു d/ds ഓഫ് ഫൈ ഓഫ് എസ്. ഇനി അടുത്തത് ഡിവിഷൻ ബൈ ടി. സോ എൽ ഓഫ് എഫ് ഓഫ് ടി ഫൈ ഓഫ് എസ് ആണെങ്കിൽ എൽ ഓഫ് എഫ് ഓഫ് ടി ബൈ ടി എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി ഫൈ ഓഫ് എസ് ഡി എസ്. എൽ ഓഫ് എഫ് ഓഫ് ടി ഫൈ ഓഫ് എസ് ആണെങ്കിൽ എൽ ഓഫ് എഫ് ഓഫ് ടി ബൈ ടി എന്ന് പറയുന്നത് എസ് ടു ഇൻഫിനിറ്റി ഫൈ ഓഫ് എസ് ഡി എസ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഒരിക്കലും 0 to ∞ എന്ന് എഴുതരുത്. കാരണം നമുക്ക് കിട്ടേണ്ട ഉത്തരത്തിൽ എസ് ആവശ്യമാണ്. അതുകൊണ്ടാണ് എസ് ടു ഇൻഫിനിറ്റി എന്ന് കൊടുത്തിരിക്കുന്നത്. സോ നമ്മളിനി ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൂഫാണ്. സോ നമ്മൾ പ്രൂഫ് ചെയ്യുമ്പോൾ നേരത്തെ ചെയ്ത പ്രൂഫുകളെല്ലാം ക്വസ്റ്റ്യനിൽ നിന്ന് ആൻസറിലോട്ടാണ് പോയത്. ഇവിടെ നേരെ തിരിച്ചാണ്, നമുക്ക് ആൻസറിൽ നിന്ന് ക്വസ്റ്റ്യനിലോട്ട് പോകാം. സോ d/ds ഓഫ് ഫൈ ഓഫ് എസ് ആദ്യം ചെയ്യുക. സോ d/ds ഓഫ് ഫൈ ഓഫ് എസ് എന്ന് പറയുമ്പോൾ d/ds ഓഫ് ഫൈ ഓഫ് എസിൻ്റെ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ d/ds ഓഫ് ഇൻ്റഗ്രൽ 0 to ∞ e raised to -st f of t dt which is equal to ആ d/ds അകത്തോട്ട് കയറ്റുക. സോ ഇൻ്റഗ്രൽ 0 to ∞ d/ds ഓഫ് e raised to -st f of t dt. സോ e raised to -st വിത്ത് റെസ്പെക്ട് ടു s ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? ഇൻ്റഗ്രൽ 0 to ∞ -t ഇൻറ്റു e raised to -st f of t dt. ആ -1 പുറത്തോട്ട് ഇറക്കുക. വിച്ച് ഇസ് ഈക്വൽ ടു -1 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ∞ e raised to -st ഇൻറ്റു t f of t dt. ഇനി പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. ഇൻ്റഗ്രൽ 0 to ∞ e raised to -st f of t dt. അല്ലെ എഫ് ഓഫ് ടി വന്നു കഴിഞ്ഞാൽ എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് വരും. സോ ടി ഇൻറ്റു എഫ് ഓഫ് ടി വന്നു കഴിഞ്ഞാലോ എൽ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് വരും. നിങ്ങൾ ഫോർമുല ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങൾക്ക് ഇവിടെ എഴുതിയിരിക്കുന്ന സ്റ്റെപ്പ് ശ്രദ്ധിച്ചാലും മനസ്സിലാവും. ഈ ഇൻ്റഗ്രൽ 0 to ∞ e raised to -st f of t dt. അല്ലെ എഫ് ഓഫ് ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയാം. സോ ടി ഇൻറ്റു എഫ് ഓഫ് ടി വന്നു കഴിഞ്ഞാലോ എൽ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയാം. അപ്പോൾ എന്താണ് നമുക്ക് കിട്ടാൻ പോകുന്നത്? d/ds ഓഫ് ഫൈ ഓഫ് എസ് എന്ന് പറയുന്നത് -1 ഇൻറ്റു എൽ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി. ആ -1 അപ്പുറത്തോട്ട് കൊണ്ടുപോവുക. സോ -1 ഇൻറ്റു d/ds ഓഫ് ഫൈ ഓഫ് എസ് എന്ന് പറയുന്നത് എൽ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ആണ്. സോ ഇതുപോലെ ടി റൈസ് ടു n വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എൽ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടിയുടെ ഉത്തരം -1 ഇൻറ്റു d/ds ഓഫ് ഫൈ ഓഫ് എസ് ആണ്. എങ്കിൽ ടി റൈസ് ടു n വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സോ ടി റൈസ് ടു n വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോർമുലയിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തിയാൽ മതി. സോ എൽ ഓഫ് ടി റൈസ് ടു n ഇൻറ്റു എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു -1 പകരം -1 the whole raised to n എന്ന് എഴുതുക. നിങ്ങൾ ഫോർമുല കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. -1 പകരം -1 the whole raised to n എന്ന് എഴുതുക. d/ds പകരം d raised to n by ds raised to n എന്ന് എഴുതുക. ഫൈ ഓഫ് എസ് തന്നെ. സോ എൽ ഓഫ് ടി റൈസ് ടു n എഫ് ഓഫ് ടി എന്താണ്? -1 the whole raised to n d raised to n by ds raised to n ഓഫ് ഫൈ ഓഫ് എസ്. സോ നമുക്ക് ഡിവിഷൻ ബൈ ടിയുടെ പ്രൂഫ് ചെയ്യാം. നമുക്ക് സ്ക്രീനിൽ തന്നെ കാണാൻ പ്രൂഫ് എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്ത് പോകാം. സോ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ആൻസർ എഴുതുക. ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി ഫൈ ഓഫ് എസ് ഡി എസ് വിച്ച് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എസിൻ്റെ സ്ഥാനത്ത് അതിൻ്റെ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 0 to ∞ e raised to -st f of t dt ds
സോ നമ്മൾ ചെയ്യേണ്ടത് വിത്ത് റെസ്പെക്ട് ടു എസ് ഇ റേസ് ടു മൈനസ് എസ് ടിയെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എന്നോട് പറയാം, വിത്ത് റെസ്പെക്ട് ടു എസ് ഇ റേസ് ടു മൈനസ് എസ് ടിയെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ഡി എസ് ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി. അപ്പോൾ ഇത് ചെയ്തു വരുമ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ബൈ ടി എന്ന് വരും. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് എസ് ടി ബൈ ടി എന്നാണ്. സോ അത് മനസ്സിലായില്ലെങ്കിൽ ഒരു സൈഡിലോട്ട് അത് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഡിസ്കസ് ചെയ്യാം. അതായത് ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി എസ്. അപ്പോൾ ഇ റേസ് ടു മൈനസ് എസ് ടിയുടെ ഇൻ്റഗ്രൽ ഇ റേസ് ടു മൈനസ് എസ് ടി ബൈ മൈനസ് ടി ആണ്, ഫ്രം എസ് ടു ഇൻഫിനിറ്റി. ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് എന്ത് വരും? ഇ റേസ് ടു മൈനസ് എസ് ടി ബൈ ടി എന്ന് വരും. സോ ഇതുകൊണ്ട് നമ്മൾ അവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ബൈ ടി ഡി ടി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എഫ് ഓഫ് ടി വന്നു കഴിഞ്ഞാൽ എൽ ഓഫ് എഫ് ഓഫ് ടി. സോ എഫ് ഓഫ് ടി ബൈ ടി വന്നു കഴിഞ്ഞാലോ എൽ ഓഫ് എഫ് ഓഫ് ടി ബൈ ടി. ഒന്നുകൂടെ പറയാം, എഫ് ഓഫ് ടി വന്നു കഴിഞ്ഞാൽ എൽ ഓഫ് എഫ് ഓഫ് ടി. സോ എഫ് ഓഫ് ടി ബൈ ടി വന്നു കഴിഞ്ഞാൽ എൽ ഓഫ് എഫ് ഓഫ് ടി ബൈ ടി. സോ നമുക്ക് ഇവിടുത്തെ തന്നെ ഉത്തരം കിട്ടി. ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി ഫൈവ് ഓഫ് എസ് ഡി എസ് ഇസ് ഈക്വൽ ടു എൽ ഓഫ് എഫ് ഓഫ് ടി ബൈ ടി. സോ നമുക്ക് ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ബൈ ടിയുടെ ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ലാപ്ലാസ് ഓഫ് ടി ഇ റേസ് ടു 3t. അതിന് ആൻസർ നമുക്ക് 1/s-3 ദ ഹോൾ സ്ക്വയർഡ് എന്ന് വരും. അത് ഇവിടെ കിട്ടുമോ നമുക്ക് നോക്കാം. സോ ഇത് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇ റേസ് ടു 3tയുടെ ലാപ്ലാസ് എടുക്കണം. ഇ റേസ് ടു 3tയുടെ ലാപ്ലാസ് 1/s-3. ഡെറിവേറ്റീവ് എടുക്കുക. ഡെറിവേറ്റീവ് ഓഫ് 1/s-3 എന്താണ്? 1/s-3യുടെ ഡെറിവേറ്റീവ് -1/s-3 ദ ഹോൾ സ്ക്വയർഡ്. നമ്മുടെ ഫോർമുല അനുസരിച്ച് എന്താണ്? എൽ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഈക്വൽ -1 ഇൻറ്റു ഡി ബൈ ഡി എസ് ഓഫ് ഫൈവ് ഓഫ് എസ്. അല്ലെ ഡി ബൈ ഡി എസ് ഓഫ് ഫൈവ് ഓഫ് എസ് ആണ് -1/s-3 ദ ഹോൾ സ്ക്വയർഡ്. അതിൻ്റെ കൂടെ ഒരു മൈനസ് കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 1/s-3 ദ ഹോൾ സ്ക്വയർഡ്. അപ്പം നമുക്ക് ആ മെത്തേഡ് യൂസ് ചെയ്താൽ ആൻസർ കിട്ടും, ഈ മെത്തേഡ് യൂസ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ മറ്റൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. സോ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.